ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ചെറുപയർ കൊണ്ടുള്ള ദോശയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് കുതിർക്കാൻ വയ്ക്കാം. 4-5 മണിക്കൂർ നേരം ഒന്ന് കുതിർന്ന് കിട്ടട്ടെ. ഇപ്പോൾ നമ്മുടെ ചെറുപയർ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 4-5 അല്ലി ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുത്ത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിയും ഉഴുന്നും അരച്ച് മാത്രമല്ല ദോശ ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇങ്ങനെയും നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇനി ഞാനൊരു ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തവി ദോശമാവ് ഒഴിച്ചു കൊടുത്ത് നല്ല റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ദോശയും നമുക്കിതുപോലൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള ദോശയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെറുപയർ ദോശ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.